ഹായ് ഫ്രണ്ട്സ്, ദിലീപ് ഫ്രം കാസർഗോഡ്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആയിട്ടാണ്. ഇതെൻ്റെ സുഹൃത്തിൻ്റെ വാഹനം ആക്സിഡൻ്റ് ആയതാണ്. ഒരു 2 വീലർ വാഹനം വന്ന് ഇങ്ങോട്ട് ഇടിച്ചാണ്. അതിൻ്റെ ഗ്ലാസും കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി. നമുക്കിവിടെ ഒരു തെറ്റായ കീഴ്വഴക്കമുണ്ട്. ഒന്നല്ല, രണ്ടെണ്ണമുണ്ട്. ഒന്ന്, വലിയ വാഹനം വന്ന് ചെറിയ വാഹനത്തിന് ഇടിച്ചാലും, ചെറിയ വാഹനം പോയി വലിയ വാഹനത്തിന് ഇടിച്ചാലും നഷ്ടം വലിയ വാഹനം ഉള്ള ആളുകൾ കൊടുക്കണം എന്നുള്ളൊരു തെറ്റായ ധാരണയാണ്. അതുപോലെ തന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഒരു വാഹനത്തിൽ ഒരു അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാനുഷിക പരിഗണന വെച്ച് നമുക്ക് ആ അപകടത്തിൽപ്പെട്ട ആളെ, നമുക്ക് അപകടമൊന്നും സംഭവിച്ചില്ലെങ്കിൽ ആ അപകടത്തിൽ കൂടുതൽ പരിക്കുള്ള ആളെ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ അതിന് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്ത് അദ്ദേഹത്തിന് നമുക്കൊരു ആംബുലൻസിൽ കയറ്റി കൂടുതലായ ചികിത്സയ്ക്ക് ആവശ്യമെങ്കിൽ അങ്ങോട്ടേക്ക് ചെയ്യാനുള്ള ഫസ്റ്റ് എയ്ഡ് നമുക്ക് ചെയ്തു കൊടുക്കാം. അതിൻ്റെ ചിലവും വഹിക്കാം. ഇത് മാനുഷിക പരിഗണന മാത്രമാണ്. നിയമം ഇതൊന്നും പറയുന്നില്ല. നമ്മളൊരു വാഹനം ആക്സിഡൻ്റ് ആയിക്കഴിഞ്ഞാൽ, ഓടിക്കുന്ന എനിക്ക് ലൈസൻസ് ഉണ്ട്, എൻ്റെ വാഹനത്തിൻ്റെ പേപ്പറുകളെല്ലാം ക്ലിയറാണ്, ഞാൻ കറക്റ്റായിട്ട് ഇൻഷുറൻസ് അടയ്ക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വാഹനം നേരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുക. പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി നടന്ന സംഭവം പറയാം. അത് വാഹനം എത്തിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാൽ മതി. നേരിട്ട് പോലീസ് സ്റ്റേഷനിൽ പോവുക, ആ സംഭവം ഇത് എങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം. അത് കേസ് ഫയൽ ചെയ്യേണ്ടതാണ്, കേസ് ഫയൽ ചെയ്യുക. ആ കേസ് ഫയൽ ചെയ്താൽ പിന്നെ നിയമപരമായ നടപടികൾ അവർ നേരിട്ട് കൊണ്ടുപോയിക്കോളും. നമ്മളൊരിക്കലും ഔട്ട് ഓഫ് സെറ്റിൽമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വേണം. അല്ലെങ്കിൽ ചിലപ്പോൾ ചില ആളുകളുടെ തീരുമാനം എടുക്കാറുണ്ട്, കുറേ നിയമത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ കുറേ കാലങ്ങളോളം നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് വേഗം സെറ്റിൽ ചെയ്തേക്കാം എന്നുള്ള രീതി ചെയ്യുന്നെങ്കിൽ ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ നിയമം പറയുന്നത് അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ വാഹനത്തിലുള്ള ആളുകളെ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കേണ്ട ആവശ്യമില്ല. എത്തിക്കേണ്ടതിനടക്കമുള്ള തുക അവർക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്ന സമയത്ത് ലഭിക്കുന്നതെന്നുള്ളതാണ്. ആ തുക ഒരിക്കലും തിരിച്ച് ചിലവായ ആളിലേക്ക് തിരിച്ചെത്താറുമില്ല. സോ അതിൻ്റെ ഒരു നിയമത്തിൻ്റെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് എന്തായാലും അങ്ങനെ ഒരു അടിച്ചേൽപ്പിക്കലൊന്നുമില്ല. യഥാർത്ഥത്തിൽ നമ്മൾ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത്. ഞങ്ങൾ നേരെ പോലീസ് സ്റ്റേഷനിൽ കേസ് ഫയൽ ചെയ്തു. അവരെ ഒരു വലിയ തുക ഞങ്ങളോട് നഷ്ടപരിഹാരം ആവശ്യപ്പെട്ടു. ബൈക്കിൻ്റെ ആളുകൾ തീർച്ചയായിട്ടും നമുക്കത് കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു തീരുമാനത്തിലെത്തി. അപ്പോൾ അത് നമുക്ക് ഒരുപാട് നഷ്ടമുണ്ട്, അവരുടെ സൈഡിൽ നഷ്ടമുണ്ട്. അപ്പോൾ രണ്ട് സൈഡും കൂടി ഈക്വൽ അല്ലാതെ വന്നപ്പോൾ നമ്മൾ പോലീസ് കേസുമായി മുന്നോട്ടേക്ക് പോകണമെന്ന് പറഞ്ഞു. സ്റ്റേഷനിൽ പോയി അതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് നമ്മൾ കോടതിയിലേക്ക് എത്തി, അത് നിയമപര കേസും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ നമ്മളൊരു 3000 രൂപയുടെ ഫൈൻ മാത്രം അടച്ചാൽ മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷുറൻസ് കമ്പനിയുമായി മുന്നോട്ട് നടത്തിക്കോളും. ആ അപകടത്തിൽപ്പെട്ട ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി തന്നെ സെറ്റിൽ ചെയ്തെന്നുള്ള രീതിയിലാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ നിയമത്തിൻ്റെ നൂലാമാലകൾ ഓർത്തിട്ട് ആവശ്യമില്ലാത്ത ബാധകളെടുത്ത് വെക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വാഹനം പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഒരാഴ്ചക്കകത്തും MVI വന്ന് ഇൻസ്പെക്ട് ചെയ്ത് അതിൻ്റെ റിപ്പോർട്ടും തന്നു കഴിഞ്ഞാൽ നമുക്ക് വാഹനം റിലീസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ആകെ നമുക്ക് വരാൻ പോകുന്നൊരു ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമ്മുടെ വാഹനം അവിടെ കൊണ്ട് വെച്ച ശേഷം ആ MVI വന്ന് അത് പരിശോധിച്ച ശേഷം ഒരു റിപ്പോർട്ട് ഉണ്ടാക്കി ആ വാഹനം റിലീസ് ചെയ്യാനുള്ള ടൈം നമ്മൾ വാഹനം അവിടെ വെക്കേണ്ടി വരും എന്നുള്ളത് മാത്രമാണ് നിയമപരമായി പോയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്ത് എന്ന് പറയാനുള്ളത്. അപ്പോൾ അതിനെ ഫേസ് ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ അപകടത്തിൽ അനാവശ്യമായി ആവശ്യപ്പെടുന്ന തുക കൊടുത്ത് സോർട്ട് ഔട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു അനുഭവത്തിൽ നിന്ന് മനസ്സിലായത്. താങ്ക്